വനിതാ സംവരണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കാനിരിക്കെ വനിതകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. ദില്ലിയിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ മുദ്ര പതിപ്പിച്ച പ്രമുഖ വനിതകൾ പങ്കെടുക്കും. നാരീശക്തി വന്ദൻ സമ്മേളനം എന്നാണ് പരിപാടിയുടെ പേരായി ഉദ്ദേശിക്കുന്നത്. നോബിൾ മാരിക്കാരൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. നോബിൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതിവേഗ നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കടുത്ത പ്രതിഷേധം ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷ നീക്കം എങ്ങനെയാണ്? ഷിഹാസ്, ശ്രുതി, വെരി ഗുഡ് മോർണിംഗ്. ഈ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിവേഗ നടപടികൾ പൂർത്തിയാക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് വനിതകളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംവദിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് വിജ്ഞാൻ ഭവനിൽ ഈ പരിപാടി നടക്കും. പരിപാടിയുടെ പേര് തന്നെ പ്രധാനപ്പെട്ടതാണ്. നാരീശക്തി വന്ദൻ സമ്മേളനം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിൽ കലാ, സാംസ്കാരിക, സാമൂഹിക മേഖലകൾക്ക് വലിയ തരത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകൾ പങ്കെടുക്കും എന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിവരം. പ്രധാനമായും വനിതാ സംവരണ ബിൽ ഒരു ചർച്ചയാക്കി മാറ്റുക എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഒരു സമ്മേളനം വിളിക്കുകയും ചേർത്തിരിക്കുന്നത്. വനിതാ സംവരണ ബില്ലിന്റെ അതിന്റെ ഭേദഗതിയുടെ മാറ്റങ്ങളെക്കുറിച്ചും അതോടൊപ്പം അതിന്റെ നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ പ്രധാനമന്ത്രി കൂടുതൽ സംസാരിക്കും. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആശയവിനിമയം നടത്തും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പുകളൊക്കെയാണ്. ഈ സമയത്ത് ഇങ്ങനൊരു ഭേദഗതി ബിൽ കൊണ്ടുവരുന്നത് ശരിയല്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. ഈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ പ്രധാനമന്ത്രി കത്തയച്ചിരുന്നു. അതേസമയം ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു തിരിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വനിതാ സംവരണ ബിൽ ഇനിയിപ്പോൾ നീട്ടിവെക്കുന്നത് ഒട്ടും നീതിയുക്തമല്ല എന്നായിരുന്നു അതിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു നിലപാട്. 2029 ഈ സംവരണം പൂർത്തിയാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് ലോക്സഭാ, നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കും എന്നാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ എണ്ണം വർദ്ധിക്കുന്നത് BJPക്ക് നേട്ടമുണ്ടാക്കാനാണ് എന്ന വിമർശനവും കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നു. 15-ാം തീയതി, അതായത് മറ്റന്നാൾ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ സഖ്യ പാർട്ടികളുടെ യോഗം മല്ലികാർജ്ജുൻ വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിലായിരിക്കും പാർലമെന്റിൽ എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. 16, 17, 18 തീയതികളിലാണ് പാർലമെന്റ് പ്രത്യേക സമ്മേളനം ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം എന്താണെങ്കിലും ബില്ലിനെ പിന്തുണയ്ക്കും. പ്രത്യേകിച്ച് നേരത്തെയും ഈ പറഞ്ഞ വനിതാ സംവരണ ബിൽ വന്നപ്പോൾ അതിനെ പിന്തുണച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവന്ന സമയം എന്ന് പറയുന്നത് തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് സമയമാണ്. സ്വാഭാവികമായും അത് സ്ത്രീകളുടെ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ആ വിമർശനത്തെ ഇല്ലാതാക്കാൻ കൂടിയാണ് ഇന്നിപ്പോൾ വനിതകളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംവദിക്കുകയും ചെയ്യുന്നത്.